ചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം നമുക്ക്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? എഴുത്തുണ്ട് പുസ്തകമല്ല, ചിത്രമുണ്ട് ചുമരല്ല, വട്ടത്തിലാണെങ്കിലും ചക്രമല്ല. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ചേച്ചി പറഞ്ഞുതരാട്ടാ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ആരാ വന്നിട്ടുള്ളത് എന്നറിയോ? അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിലെ ശ്രീബാല അനീഷാണ് കേട്ടോ. അപ്പൊ ശ്രീബാലയുടെ ഒരു ലളിതഗാനം കേൾക്കാം ആദ്യം. ഗന്ധർവപുരിയിലെ ഗായകർ പാടും ഭൈരവീരാഗത്തിൻ കീർത്തനങ്ങൾ. ഗന്ധർവപുരിയിലെ ഗായകർ പാടും ഭൈരവീരാഗത്തിൻ കീർത്തനങ്ങൾ. കരതളിരാലെ എഴുതിയെടുക്കും തരളിതയാകും കല്ലോലം. ഗന്ധർവപുരിയിലെ ഗായകർ പാടും ഭൈരവീരാഗത്തിൻ കീർത്തനങ്ങൾ. സിന്ദൂരം ചാർത്തും സന്ധ്യയിലലിയാൻ നിരുപമ നാദമായി വന്നു നീ. സിന്ദൂരം ചാർത്തും സന്ധ്യയിലലിയാൻ നിരുപമ നാദമായി വന്നു നീ. നിൻ സ്വര മാധുരിയൊഴുകും തീരം നുരയിലും തിരകളാൽ കളിയാടി. ഗന്ധർവപുരിയിലെ ഗായകർ പാടും ഭൈരവീരാഗത്തിൻ കീർത്തനങ്ങൾ. പ്രണയവിലോലം പ്രാണനിലലിയാൻ ശ്രുതിലയ ഗീതമായി വന്നു നീ. പ്രണയവിലോലം പ്രാണനിലലിയാൻ ശ്രുതിലയ ഗീതമായി വന്നു നീ. നിൻ മൃദു സ്മീരശ്രുതികളിലോണം നുരയിലും തിരകളാൽ ചിരി തൂകി. ഗന്ധർവപുരിയിലെ ഗായകർ പാടും ഭൈരവീരാഗത്തിൻ കീർത്തനങ്ങൾ. കരതളിരാലെ എഴുതിയെടുക്കും തരളിതയാകും കല്ലോലം. ഗന്ധർവപുരിയിലെ ഗായകർ പാടും ഭൈരവീരാഗത്തിൻ കീർത്തനങ്ങൾ. ഇനി ഒരു കവിത കേട്ടാലോ? 2008 കേരള സാഹിത്യ അക്കാദമി അവാർഡും 2020 വയലർ അവാർഡുമടക്കം നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ശ്രീ ഏഴാച്ചേരി രാമചന്ദ്രൻ സാറിന്റെ ഏറ്റവും പ്രശസ്തമായ കവിത നീലി. കള്ളിയങ്കാട്ടി കറുത്ത നീലി, നീലി നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും തീനാളമുണ്ടെന്നു കാടു പറയുന്നു.
മലവേടക്കിടാത്തിയുടെ കല്ലുവള ചൊല്ലി മുഴുമിക്കാത്ത ചിന്തുകൾ പറയുന്നു. കള്ളിയങ്കാട്ടി കറുമ്പി നീ കവിതയുടെ മുന്നിലുരിയാടുക സമസ്തം. കളവരുതു കളവരുതു രാത്രിയുടെ പുത്രി. വേളിമല കഴുകി തുടച്ചു നരിമടകളിൽ കാടുവാഴുന്ന വനദേവതകൾ പൈങ്കുനികൾ തോറും കൊളുത്തും വിളക്കുകൾ മുഴുവനും ഊതിക്കെടുത്തി മിഴി കവിയുന്ന ചോരയാൽ കളിമൺചെരാതുകൾ നിറച്ചു കത്തിപ്പതും കാട്ടിലകാല തൃക്കാർത്തിക തീർപ്പതും പുകയൂതിയൂതി പറപ്പിച്ചെരിക്കിന്റെ മറവിൽ മറയുന്നതും മായാമയി നിന്റെ മംഗളവിഷാദങ്ങളല്ലേ. പാർവതിപുരം കഴിഞ്ഞിത്തിരി നടക്കവേ പാതയോരത്തു ഞാൻ കണ്ടു എച്ചിലില നക്കിത്തുടയ്ക്കുന്ന കുന്തിയായി ഒക്കത്തിരുന്നു വാകീറുന്ന കർണനെ കൊത്താൻ വരും ബലിക്കാക്കയെ പായിക്കുമർത്തനഗ്നാംഗിയാം പാണ്ടിക്കുറത്തിയായി ചീരാമനെ തുടലിട്ടു നടത്തുന്ന പാവം കുരങ്ങാട്ടിയായി നിന്നിൽ നിന്നും ഒഴിഞ്ഞുവോ കാന്താര കന്മദം. കള്ളിമുൾ ചെടികളുടെ മറവിൽ മൃഗനയനി, കള്ളിമുൾ ചെടികളുടെ മറവിൽ മൃഗനയനി നിൻ കരുമനകൾ കരടികൾ കടിച്ചിഴയ്ക്കുന്നതും കണ്ട് കണ്ണേ മടങ്ങുക എന്നാദിമാതുലൻ നെഞ്ചു പൊടിയും മട്ടുപാടിയതുമോത്തേൻ. സത്യത്തിരുമകനിളങ്കോവടിക്ക് തുയിർകത്തിന കരൾക്കുള്ളിൽ ഉയരാണ്ട ചണ്ഡീ കള്ളിയങ്കാടു മറന്നുപോയോ നിന്റെ ഉള്ളലിവു പോൽ വന്നുദിക്കും നിലാവും. നീ പോയതിൽ പിന്നെ നെയ്യാറിടം പിരിശങ്ക് നീട്ടാറില്ല. മാനം തിരിച്ചു മഴവില്ലു കൊണ്ടതിരിട്ടു മൗനം വിളമ്പിയോരന്നപൂർണേശ്വരി. രാഹുകേതുക്കളും രാശി ഋതുക്കളും നോവിച്ചു നിന്നെ ചതിച്ചു നിഴലാക്കി. ആകാശചാരിയാം നാഥൻ ഇതു കാണുമെന്നാശിച്ചു കുടിലിന്റെ മുറ്റത്തു നീയിട്ട കോലം ഒരു കുതിരക്കുളമ്പുമായ്ച്ചു. നിന്റെ കാവിലെ ചിത്രകൂടക്കല്ലിലാദ്യമായി നാഗപരദേവതകൾ വാലിട്ടടിച്ചു. കള്ളിയങ്കാടടക്കുന്ന മലയക്ഷിയായി കൽപ്പനകളിൽ വന്നു നീ അവതരിച്ചു. ഇനി എന്നു മോചനം ഭദ്രേ, ഇനി എന്നു മോചനം ഭദ്രേ. കള്ളിയങ്കാട്ടി കറുത്ത നീലി, നീലി നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും തീനാളമുണ്ടെന്നു കാടു പറയുന്നതും കാറ്റു പറയുന്നതും കവിത പറയുന്നതും കള്ളം, കവിത പറയുന്നതും കള്ളം. ശ്രീബാല ഒരു ലളിതഗാനം കൂടി പാടാൻ പോവാണേ, അതോടെ കേട്ടിട്ട് വേഗം വരാട്ടോ. ആ കർണികാരതീരങ്ങൾ കഥകളിയുടെ പദമാടി. കർപ്പൂരക്കുളിർ കാറ്റ് കളിവഞ്ചിപ്പാട്ടായി. ശരത്കാലമേഘങ്ങൾ കളഹംസപ്പിടയായി. ശശിമുഖി നിനക്കെൻ്റെ സന്ദേശം വരവായി. കർണികാരതീരങ്ങൾ കഥകളിയുടെ പദമാടി. കർപ്പൂരക്കുളിർ കാറ്റ്
കളിവഞ്ചി പാട്ടായി. ആഞ്ഞിലിക്കൊമ്പത്തെ ശാരിക പാട്ടിൽ നാം ആത്മാഭിരാമനും സീതയുമായി. ആഞ്ഞിലിക്കൊമ്പത്തെ ശാരിക പാട്ടിൽ നാം ആത്മാഭിരാമനും സീതയുമായി. ഇടയന്റെ പാട്ടിൻ്റെ ഈരടിയിൽ നമ്മൾ മധുമൊഴി രാധയും മുകുന്ദനുമായി. ഇടയന്റെ പാട്ടിൻ്റെ ഈരടിയിൽ നമ്മൾ മധുമൊഴി രാധയും മുകുന്ദനുമായി. കർണികാര തീരങ്ങൾ കഥകളിയുടെ പദമാടി. കർപ്പൂരക്കുളിർ കാറ്റ് കളിവഞ്ചി പാട്ടായി. കാവടി ചിന്താടും രാത്രിയിൽ നാം ഒരു കോകിലമിഥുനമായി പാടുകയായി. കാവടി ചിന്താടും രാത്രിയിൽ നാം ഒരു കോകിലമിഥുനമായി പാടുകയായി. അഴകുള്ള നിന്നോടെ മിഴിയിൽ നിന്നൊരു തുള്ളി അഴലിൻ്റെ മഴയിതൾ പൊഴിയുകയായി. അഴകുള്ള നിന്നോടെ മിഴിയിൽ നിന്നൊരു തുള്ളി അഴലിൻ്റെ മഴയിതൾ പൊഴിയുകയായി. കർണികാര തീരങ്ങൾ കഥകളിയുടെ പദമാടി. കർപ്പൂരക്കുളിർ കാറ്റ് കളിവഞ്ചി പാട്ടായി. ശരത്കാലമേഘങ്ങൾ കളഹംസ പിടയായി. ശശിമുഖി നിനക്കെന്റെ സന്ദേശം വരവായി. കർണികാര തീരങ്ങൾ കഥകളിയുടെ പദമാടി. കർപ്പൂരക്കുളിർ കാറ്റ് കളിവഞ്ചി പാട്ടായി. അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? എഴുത്തുണ്ട് പുസ്തകമല്ല, ചിത്രമുണ്ട് ചുമരല്ല, വട്ടത്തിലാണെങ്കിലും ചക്രമല്ല. ഉത്തരം എന്താണെന്നറിയോ? നാണയം. അപ്പൊ ഇന്നത്തെ ഇതളുകളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാവരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ. അപ്പൊ ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻ ചേച്ചിനെ എഴുതി അറിയിക്കണം കേട്ടോ. എഴുതി അറിയിക്കേണ്ട അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. വേഗം ഒരു പേനയും പേപ്പർ എടുത്തിട്ട് എഴുതിക്കോ. ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം 685613. ഒന്നോട് പറയണോ? ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം 685613. ഇനിയിപ്പോൾ കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കണ്ട കേട്ടോ. അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം സ്പൈസ് FM-ന്റെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ടൈപ്പ് ചെയ്ത് വേഗം പോസ്റ്റ് ചെയ്തോ. അപ്പം എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ഷാൻ ചേച്ചി പോവാണ്. വീണ്ടും അടുത്ത ആഴ്ച വരാം. ടാറ്റാ.